നമസ്കാരം. സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അകാരം ചെയ്യേണ്ടതിൻ്റെ അകാരം സാധകത്തെ പറ്റിയുള്ള പ്രാധാന്യത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലെനിക്കൊരു മെസ്സേജ്, ഒരു സംശയം ചോദിച്ചിരുന്നു ഒരാൾ. നമ്മൾ ഗീതങ്ങൾ എത്തുമ്പോഴാണോ അകാര സാധകം ചെയ്ത് തുടങ്ങേണ്ടത്, നല്ല ശബ്ദം വരാൻ എന്തൊക്കെ ചെയ്യണം എന്ന്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ആദ്യത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നല്ല ശബ്ദം നല്ലതല്ലാത്ത ശബ്ദം എന്നൊന്നുമില്ല. ഗുഡ് വോയിസ്, ബാഡ് വോയിസ് അങ്ങനെയില്ല. എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ശബ്ദമുണ്ട്. ആ ശബ്ദത്തിനൊക്കെ യുണീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. എല്ലാ ശബ്ദവും ചില ആസ്പെക്ട്സിൽ വളരെ ഗുഡാണ്, വെരി ഗുഡാണ്. അപ്പം അതാദ്യം എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. ഇനി സംഗീത പഠനം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് അകാര സാധകം ചെയ്യാവുന്നതാണ്. സംഗീത പഠനം ആരംഭിക്കുന്നത് ശ്രുതി മനസ്സിലാക്കുന്നതിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ ആദ്യം നമ്മൾ ഒരു ശ്രുതി നമ്മളെ കേൾപ്പിക്കും. ആ ശ്രുതിയിലാണ് നമ്മളെ പാടിപ്പിച്ചു തുടങ്ങുന്നത്. ഷഡ്ജം, പഞ്ചമം, അല്ലേ? സാ പാ സാ എന്ന് 3 സ്റ്റൈലിൽ നമ്മളെ പാടിപ്പിക്കുന്നത്. 2 സ്വരങ്ങളാണ് നമ്മൾ പാടുന്നത്. ഇനി ഷഡ്ജവും പഞ്ചമം ഉറയ്ക്കാൻ തന്നെ മാസങ്ങൾ എടുക്കും ചിലപ്പോൾ ചില കുട്ടികൾക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ ഉറച്ചു എന്ന് വരും സ്വരം. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ഇൻഡിവിജ്വൽ, അത് ഓരോ കുട്ടികളുടെയും ലേണിങ്ങിനനുസരിച്ച് ആശ്രയിച്ചിരിക്കും. ഇനി സാ പ എന്നീ സ്വരസ്ഥാനങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ ഇതേ ഷഡ്ജം പഞ്ചമം മാത്രം നമുക്ക് ശ്രുതി മാത്രം പിടിച്ചുകൊണ്ട് നമുക്ക് 30 മിനിറ്റെങ്കിലും കുറഞ്ഞത് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ എല്ലാവരുടെയും ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനം ഓഡിയൻസിനെ കാണിക്കാനുള്ളൊരു മീഡിയമാണ്. ആ മീഡിയത്തെ തേച്ച് മിനുക്കാനുള്ള ഒരു ഉപകരണമാണ് നമ്മളുടെ കർണാടക സംഗീത അഭ്യസനം അല്ലെങ്കിൽ സാധകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർണാടക സംഗീതത്തെ വേണ്ട വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മളുടെ ആ മീഡിയം എപ്പോഴും ഗുഡായിരിക്കുള്ളൂ. അപ്പോൾ ആ മീഡിയത്തെ നമ്മൾ എപ്പോഴും നല്ലതായിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധകം ചെയ്യുന്നത്. ഇനി ഈ വോയിസ് എങ്ങനെയാണ് നമ്മൾ അകാരത്തിലേക്ക് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ സാ പ എന്ന് പറയുന്ന 2 ശ്രുതികളെ, ഈ 2 ശ്രുതികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം, ഏറ്റവും ഒരു പാട്ടുകാരനും പാട്ടുകാരിക്ക് ആവശ്യമുള്ളതാണ് ബ്രീത്തിങ് കപ്പാസിറ്റിയാണ് നമുക്ക് കുറഞ്ഞു വരിക. വലുതാവും തോറും ഒരു ടീനേജിലൊക്കെ എത്തുമ്പോൾ നല്ല കപ്പാസിറ്റി ബ്രീതിങ്ങിനൊക്കെ കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രായം ചെല്ലുന്തോറും കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ ഈ ലങ് കപ്പാസിറ്റി കൂട്ടാനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന, അല്ലെങ്കിൽ സംഗീതം പഠിച്ചു തുടങ്ങുന്ന ഉടനെ സാ പാസ മാത്രം തുടങ്ങിയിട്ടുള്ളൂ എന്ന് വെച്ചാലും ചെയ്യാവുന്ന ഒരു പ്രാക്ടീസാണ് ശ്രുതി ആൻഡ് ബ്രെത്ത് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾക്ക് അറിയാവുന്ന ശ്രുതി നമ്മൾ വെച്ചിട്ട് നമ്മളൊരു ശ്വാസം, വലിയൊരു ശ്വാസം എടുക്കുക. വലിയ ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം പല രീതിയിലും നമുക്ക് ഇൻഹേലേഷൻ പല രീതിയിലുണ്ട്. ഈ ശ്വാസം എടുക്കുന്നത്, ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ശ്വസനം എന്ന് പറയുന്നത് ഉജ്ജയ് ശ്വാസമാണ്. നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ അതറിയാം. ഉജ്ജയ് ശ്വാസം എങ്ങനെയാണ്? തൊണ്ടയിലൂടെ ശ്വാസം എടുക്കുക. ഈ മൂക്കിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തൂടെ തൊണ്ടക്കുഴിയിലൂടെ ശ്വാസം എടുക്കുക. അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിച്ചാൽ, ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്നോറിങ് ശബ്ദം ഉണ്ടാവില്ല, ഒരു കൂർക്കം വലിക്കുന്ന ശബ്ദം, കൊച്ചു കുട്ടികളൊക്കെ ഉറങ്ങുമ്പോൾ. അപ്പോൾ ആ ഭാഗം, അങ്ങനെ ഒരു ശബ്ദം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ആക്ച്വലി ഇതിന് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ആ ഒരു സ്റ്റൈലിൽ ശ്വാസം എടുക്കുക. വളരെ ഡീപ്പായിട്ട് തൊണ്ടക്കുഴിയിലൂടെ ശ്വാസം എടുത്തിട്ട് സാ എന്ന് പാടി ഹോൾഡ് ചെയ്യുക. ആ സ്വരത്തിനെ ഹോൾഡ് ചെയ്യുക. അത് ഓപ്പൺ ആയിട്ട് പാടണം. വിസ്പറിങ് രീതിയിലോ മർമറിങ് രീതിയിലോ ഒന്നുമല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓപ്പൺ വോയിസിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളുടെ ഒറിജിനൽ ശബ്ദത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എത്രയും തുറന്ന് പാടാൻ പറ്റുമോ അത്രയും തുറന്ന് പാടി ശീലിക്കുക. ഈ സ എന്ന് പറയുന്ന ശബ്ദത്തെ നമ്മൾ 8 സെക്കൻഡ് ആദ്യം ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ചിലപ്പോൾ 10 സെക്കൻഡ്, 12, 14, അങ്ങനെ നമ്മളുടെ ടൈം കൂട്ടി കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് പതുക്കെ നമ്മളുടെ 1 മിനിറ്റോളം നമുക്ക് ഒരു സ്വരം ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ പഞ്ചമത്തെയും പാ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് ആ ഒരൊറ്റ ശ്വാസത്തിൽ ഹോൾഡ് ചെയ്തിട്ട് പാടുക. മേലത്തെ ഷഡ്ജവും ഇതുപോലെ സാ ഇതുപോലെ പാടുക. ഇനി തിരിച്ച് പാ സാ ഇങ്ങനെ ശ്വാസം എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇതേ സ്വരത്തെ നമ്മൾ ആ എന്ന ശബ്ദം, അപ്പോൾ ചില കുട്ടികളൊക്കെ ആ പാടുമ്പോൾ ഒരു ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള മിക്ക കുട്ടികൾക്കും ആ ഒരു പ്രോബ്ലം ഉണ്ട്. ആ എന്നുള്ള ശബ്ദത്തെ കൃത്യമായിട്ട് ഉച്ചരിക്കുന്നില്ല.
ശരിക്കും നമ്മളുടെ വോക്കൽ ഇംപ്യൂരിറ്റീസിനൊക്കെ കാരണം നമ്മളുടെ ലിപ്സ്, നമ്മുടെ ജോ, നമ്മുടെ നെക്ക്, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ശരിയല്ലാത്തതാണ്. അപ്പോൾ ഈ ഇംപ്യൂരിറ്റീസൊക്കെ കളയാനുള്ള ഒരു ടൂൾ കൂടിയാണ് അകാരസാധകം. അമ്മ, അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ എന്നല്ലേ പറയുന്നത്. ആ ശബ്ദത്തെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ, അത് നമ്മളെ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ പാടണം. പഞ്ചമവും ഇതേപോലെ ആ എന്നുള്ള ശബ്ദത്തിൽ പാടുക. അതേപോലെ ഷഡ്ജം, പഞ്ചം, ഇത് മാത്രം നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സ്വരം പാടുക, എക്സ്ഹേൽ ചെയ്യുക, വീണ്ടും ഇൻഹേൽ ചെയ്യുക, അടുത്ത സ്വരം പാടുക. അങ്ങനെ ഇത് മാത്രം നമുക്ക് മിനിമം ഒരു 30 മിനിറ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഏതൊരു വിദ്യാർത്ഥിയും ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് അരമണിക്കൂർ പ്രാക്ടീസാണ് അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത്. അല്ലാതെ ഇതിനൊരു ഷോർട്ട് കട്ടില്ല. നമ്മളുടെ വോയിസ് നമുക്ക് നന്നാക്കാനുള്ള, അല്ലെങ്കിൽ വോയിസ് കൂടുതൽ ബ്രൈറ്റ് ആക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ടില്ല. ചില കുട്ടികൾക്കൊക്കെ വളരെ നേരിയ ശബ്ദമായിരിക്കും. ഈ നേരിയ ശബ്ദത്തിനെയൊക്കെ ഓപ്പൺ ത്രോട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ഡെയിലി ചെയ്യുക. 1-2 ദിവസമല്ല, ഡെയിലി ചെയ്യുക. മാസങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടുക, ചിലപ്പോൾ ഉടനെ നമുക്ക് റിസൾട്ട് കിട്ടിയെന്നും വരും. നമ്മുടെ പ്രാക്ടീസിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു പ്രാക്ടീസ് തുടക്കക്കാർക്കും ചെയ്യാം, പാട്ട് പഠിച്ച് തുടങ്ങുന്നവർക്കും ചെയ്യാം. അതല്ല, വെറും ബ്രീതിങ് എക്സസൈസ് മാത്രം ചെയ്യുന്നവർക്ക് അതും ചെയ്യാം. സ്വരം പാടാതെ ബ്രീതിങ് മാത്രം ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ചില സ്വരങ്ങൾ അല്ലെങ്കിൽ ചില പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. നന്ദി.